മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ നമ്പർ 1 കേരളത്തിലാണ്. അതായത് ഇപ്പോൾ സിവിക് സെൻസിൻ്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിവിക് സെൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്ന കേരളത്തിൻ്റെ കാര്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. തോന്നുന്നുണ്ടോ നമുക്ക് സിവിക് സെൻസ് ഉണ്ടെന്ന്? ഇല്ല. അപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നോർത്ത് ഇന്ത്യയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ എങ്ങനെയായിരിക്കും. നോർത്ത് ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഞാനൊരു ദിവസം പഞ്ചാബിലോട്ട് ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറാൻ നിൽക്കണേ, റെയിൽവേ സ്റ്റേഷനിൽ. രാത്രിയാണ്, ഏകദേശം ഒരു 1 മണിയൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ ട്രെയിൻ വരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡാണ്, എനിക്ക് പോയി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇതിൽ നിൽക്കണേ. അപ്പോഴത്തേക്കും ട്രെയിൻ വരുന്നു. ട്രെയിൻ വന്നപ്പോൾ എനിക്ക് ആശ്വാസമായി, ഇനി കിടന്ന് ഉറങ്ങാം, ഇത്ര നേരം ഉറങ്ങിയിട്ടില്ല, അപ്പോൾ ഇനി കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കണേ. അപ്പോൾ ട്രെയിൻ വരുന്നു. ആദ്യം ജനറൽ വരുന്നു. ജനറലിൽ മറ്റേ നമ്മൾ ബംഗ്ലാദേശിൻ്റെയൊക്കെ ഒരു മീമിൽ കണ്ടല്ലേ, ട്രെയിനിൻ്റെ മുകളിൽ ആൾക്കാർ, തൂങ്ങിയ ആൾക്കാർ, അതുപോലെ ഫുള്ള് ആൾക്കാരെ കവർ ചെയ്തിട്ടാണ് ഈ ജനറൽ വന്നത്. ആൾക്കാരൊക്കെ തൂങ്ങി നിൽക്കാനാണ് ജനറലിൽ. അപ്പോൾ ഞാൻ വെച്ച് ജനറലല്ലേ, കുഴപ്പമില്ലായിരിക്കും. അങ്ങനെ ഫസ്റ്റ് എ സി വന്നു. ഫസ്റ്റ് എ സിയും സെക്കൻഡ് എ സി ഒക്കെ വരുന്നു. എ സി കമ്പാർട്ട്മെൻ്റ് എത്തി. എ സി കമ്പാർട്ട്മെൻറ്റിലെടുത്ത് നോക്കുമ്പോഴാണ് എ സി കമ്പാർട്ട്മെൻറ്റ് പൊതുവേ കാണുന്ന ഒരു വൈബല്ല. എ സി കമ്പാർട്ട്മെൻറ്റിൽ സാധാരണ നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ കയറാൻ പറ്റില്ല. അപ്പോൾ എ സി കമ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ഇവിടുത്തെ സ്ലീപ്പറിലെ പോലെ തിരക്ക്.